സഹോദരങ്ങളെ, നാളത്തെ ദിവസം നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും ആകാംക്ഷയോടുകൂടി കാതുകുറിപ്പിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ആവേശത്തോടുകൂടി പ്രതീക്ഷയോടുകൂടിയും അതിനു പുറമെ നിരാശകൾ ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളോടുകൂടിയും എല്ലാവരും വിധി നിർണയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനായ ഒരു പ്രതിനിധി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നാളത്തെ ദിനം എന്തായിരിക്കും, ആരായിരിക്കും വിജയിക്കുക, ആരായിരിക്കും പരാജയപ്പെടുക. ഇത് നമ്മൾ കുറേ ദിവസങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യുകയാണ്. നാളെ ആ ചർച്ചയ്ക്ക് വിരാമം ഉണ്ടാകും. വിജയിച്ചവർ അവർ അവരുടെ വഴിക്ക് പോകും, പരാജയപ്പെട്ടവർ അവർ അവരുടെ വഴിക്ക് പോകും. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിജയവും പരാജയവും, ഈ മത്സരവും, ഈ സ്ഥാനാർത്ഥി നിർണയവും, ഈ വോട്ടും, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരൊറ്റ ഉദ്ദേശത്തിന്റെ പേരിലാണ്. ജനസേവനമാണ് മുഖ്യമായ ലക്ഷ്യം. അതിനപ്പുറം മറ്റൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളും മത്സരിക്കുന്ന ഒരാൾക്കും ഉണ്ടാകാനും പാടില്ല. ജനസേവനം അത് ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് ആതുര സേവനങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു മെമ്പർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അത് എത്തിച്ചു കൊടുക്കുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും സാമൂഹിക ബാധ്യതകളിൽപ്പെട്ടതാണ്. സാമൂഹിക ബാധ്യത ഇസ്ലാം കൂടുതലായി പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ഉന്നതമായ വിജയം നേടാൻ കൈവരിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക സേവനം എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. ലോകത്ത് ആദ്യമായിട്ട് സാമൂഹിക സേവനം ചെയ്തത് ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദ്യമായിട്ട് വിധവകളെ പരിചരിക്കാനുള്ള വിധവാ പെൻഷൻ ഉൾപ്പെടെയുള്ള വിധവകളെ പരിചരിക്കാൻ, അവരെ സംരക്ഷിക്കാനുള്ള വകുപ്പ് തലം കൊണ്ടുവന്നത് ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അനാഥകളെ സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കാൻ ലോകത്ത് ആദ്യമായിട്ട് തുല്യതയില്ലാത്ത പ്രഖ്യാപനം നടത്തിയത് സയ്യിദുനാ റസൂലുള്ളാഹി